എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ബാഴ്സലോണയിലെ ടോപ്പ് അട്രാക്ഷൻസ്, ട്രാവൽ ട്രിപ്സ്, ബഡ്ജറ്റ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ സീരീസാണിത്. ഞങ്ങൾ വിയന്നയിൽ നിന്നാണ് ബാഴ്സലോണയിലേക്ക് പോയത്. ബാഴ്സലോണ മെഡിറ്ററേനിയൻ കടലിനടുത്ത് സ്ഥിതി ചെയ്യുന്ന സ്പെയിനിലെ ഒരു നഗരമാണ്. അങ്ങനെ 2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞാൻ ബാഴ്സലോണ എയർപോർട്ടിലെത്തി. ഇനി എനിക്ക് എൻ്റെ ലഗേജ് പിക്ക് ചെയ്യണം. അതിനുശേഷം ഇവിടുത്തെ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കണം. അവിടെ ചെന്ന് സിറ്റി ട്രാവൽ കാർഡ് ഒരെണ്ണം സംഘടിപ്പിക്കാൻ ശ്രമിക്കണം. ഒരു സിറ്റി ട്രാവൽ കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെട്രോ, ട്രാം, ബസ് പോലുള്ള എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റവും യൂസ് ചെയ്യാൻ സാധിക്കും. ഓരോ തവണ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകം ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ booking.com വഴിയാണ് ഒരു ഹോട്ടൽ റിസർവ് ചെയ്തത്. ഹോട്ടൽ റിസർവ് ചെയ്ത സമയത്ത് സൈറ്റ് ഒരു ഓഫർ തന്നായിരുന്നു, ഒരു ഫ്രീ എയർപോർട്ട് ടാക്സി അവർ തന്നായിരുന്നു. ആദ്യം കരുതി ഉടായ്പാണെന്ന്, പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ടാക്സി ഡ്രൈവറിൻ്റെ മെസ്സേജ് കിട്ടി. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആദ്യം ഒന്ന് സെറ്റാക്കാം, എന്നിട്ട് മറ്റു കാര്യങ്ങൾ സെറ്റാക്കാം. ഇവിടുത്തെ ഭാഷ കാറ്റലനാണ്. സ്പെയിനിലെ കാറ്റലോണിയ എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റലാണ് ബാഴ്സലോണ. അതുകൊണ്ട് തന്നെ ബാഴ്സലോണയിൽ ഇംഗ്ലീഷ്, കാറ്റലൻ ആൻഡ് സ്പാനിഷ് 3 ഭാഷകളിലും നമുക്ക് ബോർഡുകൾ കാണാൻ കഴിയും. ടാക്സിക്കാരൻ എന്നെ വെയിറ്റ് ചെയ്ത് എയർപോർട്ടിന് പുറത്തുണ്ട്. യാത്രക്കാരെ ടാക്സിക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വെബ്സൈറ്റിൻ്റെ ഒരു കോർഡിനേറ്റർ എയർപോർട്ടിലുണ്ട്. അവരാണ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. യൂറോപ്പിൻ്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു രാജ്യമാണ് സ്പെയിൻ. ചരിത്രവും സംസ്കാരവും അതിമനോഹരമായ വാസ്തുവിദ്യയും ലോകപ്രശസ്തമായ ഫുട്ബോൾ പാരമ്പര്യവും കൊണ്ട് ഈ രാജ്യം വർഷം തോറും ലക്ഷക്കണക്കിന് സഞ്ചാരികളെ ആകർഷിക്കുന്നു. സ്പെയിനിൽ പ്രധാനമായും സ്പാനിഷ് ഭാഷയാണ് സംസാരിക്കുന്നത്. എന്നാൽ ഇന്ത്യ പോലെ തന്നെ വിവിധ പ്രദേശങ്ങൾക്ക് റീജിയണൽ ലാംഗ്വേജസ് ഔദ്യോഗിക ഭാഷകളായിട്ട് ഉണ്ട്. ആർക്കിടെക്റ്റ് അന്റോണി ഗൗഡിയുടെ അതുല്യമായ വാസ്തുവിദ്യ, മനോഹരമായ ബീച്ചുകൾ, സമ്പന്നമായ കാറ്റലൻ സംസ്കാരം, പിന്നെ ലോകപ്രശസ്തമായ FC ബാഴ്സലോണ ഫുട്ബോൾ ക്ലബ്ബ് എന്നിവ കൊണ്ടാണ് ബാഴ്സലോണ ലോകമെമ്പാടും അറിയപ്പെടുന്നത്. ബാഴ്സലോണയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് കാറ്റലോണിയ സ്ക്വയർ. അതിനടുത്താണ് ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്റർ. ഞാൻ അങ്ങോട്ടേക്കാണ് ആദ്യം പോയത്. നമ്മൾ വളരെ പ്ലാൻ ചെയ്തൊക്കെയാണ് യാത്ര ചെയ്യുന്നതെങ്കിലും ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും ആദ്യം ടൂറിസ്റ്റ് ഇൻഫോ സെൻറ്റർ വിസിറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ശീലം പോലെ ആക്കി വെച്ചിരിക്കുന്ന സംഗതിയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ടിപ്സൊക്കെ നമുക്ക് അവിടെ നിന്ന് ചിലപ്പോൾ കിട്ടും. എന്ത് ഭംഗിയായിട്ടാണ് അവരുടെ നഗരത്തെയും അവരുടെ കൾച്ചറിനെയും അവർ മാർക്കറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഈ ഓഫീസ് ഒന്ന് നോക്കിയാൽ മാത്രം മതി. ലോകത്തിലെ ഏറ്റവും വലിയ പള്ളിയായ സഗ്രാദ ഫാമിലിയ, പാർക്ക് ഗ്യുൾ, ലാ റംബ്ല ഷോപ്പിംഗ് സ്ട്രീറ്റ്, ഗോത്തിക് ക്വാർട്ടർ, FCB സ്റ്റേഡിയം ആൻഡ് മ്യൂസിയം ടൂർ, കാസ ബറ്റില്ലോ, ബാഴ്സലോണ ബീച്ച്, ഇതൊക്കെയാണ് ബാഴ്സലോണയിലെ ടോപ്പ് അട്രാക്ഷൻസ്. ഇതെല്ലാം നമുക്കൊരു 3 ദിവസം കൊണ്ട് കവർ ചെയ്യാൻ സാധിക്കും. ബാഴ്സലോണ സിറ്റി കാണാൻ വേണ്ടിയിട്ട് 2 ടൈപ്പ് ട്രാവൽ കാർഡുണ്ട്. നിങ്ങൾ ഒരു ദിവസത്തേക്കുള്ള ഒരു ഷോർട്ട് ട്രിപ്പോ അല്ലെങ്കിൽ കൂടുതലും ടാക്സിയോ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സോ ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ T കാഷ്വൽ എന്ന് പറയുന്നൊരു കാർഡായിരിക്കും ലാഭം. അതല്ല പൂർണ്ണമായിട്ടും പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ആശ്രയിച്ച് കറങ്ങാനാണ് ഉദ്ദേശമെങ്കിൽ ഓല ബാഴ്സലോണ കാർഡായിരിക്കും ഏറ്റവും നല്ലത്. ബസ്, മെട്രോ, എയർപോർട്ട് ട്രെയിന്, ട്രാം എല്ലാത്തിലും ഈ കാർഡ് വാലിഡാണ്. നമുക്ക് ഓൺലൈൻ വഴി അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് എടുക്കുന്നതായിരിക്കും കൂടുതൽ ലാഭം. ചില സമയത്ത് 10% അല്ലെങ്കിൽ 20% ഡിസ്കൗണ്ടൊക്കെ ഓൺലൈൻ വഴി കിട്ടും. അതല്ല എങ്കിൽ എയർപോർട്ടിൽ നിന്ന് തന്നെ ഈ കാർഡ് നമുക്ക് വാങ്ങാം. വാങ്ങിയ എയർപോർട്ട് ട്രെയിനിൽ തന്നെ നമുക്ക് അത് യൂസ് ചെയ്യാനും പറ്റും. ബാഴ്സലോണ ട്രിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ലഗേജ് എല്ലാം ഹോട്ടലിൽ കൊണ്ടുവച്ച ശേഷം കാറ്റലോണിയ സ്ക്വയർ വിശദമായിട്ടൊന്ന് കാണുന്നതിനായിട്ട് ഒന്നുകൂടി ഇങ്ങോട്ട് വന്നു. ഏകദേശം 50,000 ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയുള്ള ഈ സ്ക്വയർ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുസ്ഥലങ്ങളിലൊന്നാണ്. ഇവിടെ നിന്നാണ് ബാഴ്സലോണയിലെ പ്രധാന ഷോപ്പിംഗ് സ്ട്രീറ്റുകളും പ്രശസ്തമായിട്ടുള്ള ലാ റംബ്ല സ്ട്രീറ്റൊക്കെ ആരംഭിക്കുന്നത്. മെട്രോ, ബസ്, ട്രെയിന് ഇവയുടെ പ്രധാന കണക്ഷൻ പോയിൻ്റ് കൂടിയായതിനാൽ നഗരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇവിടെ നിന്ന് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിനടുത്ത് എവിടെയെങ്കിലും ഹോട്ടൽ ബുക്ക് ചെയ്യുന്നതായിരിക്കും കൺവീനിയൻറ്റ്. ചുറ്റും മനോഹരമായിട്ടുള്ള ഫൗണ്ടൻസ്, സ്റ്റാച്യൂസ്, വിശാലമായിട്ടുള്ള ഇരിപ്പിടങ്ങൾ, അതുപോലെ തന്നെ പ്രാവുകളുടെ കൂട്ടമൊക്കെ ഈ സ്ഥലത്തെ കൂടുതൽ ആക്റ്റീവ് ആക്കുന്നു. രാവിലെ മുതൽ രാത്രി വരെ എപ്പോഴും ഇവിടെ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ക്വയറിൽ, കാറ്റലോണിയ സ്ക്വയറിൽ വന്നു കഴിഞ്ഞാൽ ബാഴ്സലോണയുടെ ഒരു വൈബ് നമുക്ക് കറക്റ്റ് കിട്ടും. ഇതാ ഒരു ബസ് സ്റ്റോപ്പ് നോക്കിയാൽ വളരെ സിമ്പിൾ. അതിലെല്ലാ ഇൻഫോയും ഉണ്ട്. ഇതിൽ പരസ്യങ്ങൾ വരെ പതിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വരുമാനം സിറ്റിക്ക് കിട്ടും. പോക്കറ്റടിക്കാർക്ക് വളരെ പ്രശസ്തമായിട്ടുള്ള നഗരമാണ് ബാഴ്സലോണ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വിസിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ, ഇവിടെയുള്ള സുഹൃത്തുക്കൾ എന്നെ വാൺ ചെയ്തായിരുന്നു ശ്രദ്ധിക്കണമെന്ന്. പക്ഷേ എനിക്ക് അങ്ങനെ അത്തരത്തിലുള്ള അനുഭവമൊന്നും വന്നില്ല. എങ്കിലും നമ്മൾ കാശിൻ്റെയോടൊപ്പം നമ്മുടെ വിലപിടിപ്പുള്ള രേഖകളൊന്നും വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇന്ന് വൈകുന്നേരം ബാഴ്സലോണ ഫുട്ബോൾ ടീം കാറ്റലോണിയ സ്ക്വയർ സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാണണം. സ്പാനിഷ് ലീഗിൽ ബാഴ്സ കപ്പടിച്ചതിൻ്റെ ആഘോഷമാണ് ബാഴ്സലോണ സിറ്റിയിൽ. 1 മണിക്കൂറിനകത്ത് ടീം പ്ലെയേഴ്സ് എല്ലാം ഇവിടെ വരുമെന്ന് അറിയുന്നു. അതുകൊണ്ട് തന്നെ ഫാൻസ് എല്ലാം ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് കാറ്റലോണിയ സ്ക്വയറിൽ. പൊളി വൈബ് എന്ന് വെച്ചാൽ പൊളി വൈബാണ്.
പ്രായവ്യത്യാസമൊന്നും ഇല്ലാതെ ചെറുപ്പക്കാരും കുട്ടികളും വയസ്സന്മാരും കംപ്ലീറ്റ് ആൾക്കാരെല്ലാം നിരത്തിലിറങ്ങി ഇവരുടെ വിജയം ആഘോഷിക്കുകയാണ്. യൂറോപ്പിൽ ഫുട്ബോളിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എത്രമാത്രം ഉണ്ടെന്നും ഇവരുടെ ഫാൻസും ഒക്കെ ഏത് ലെവലാണെന്നും ഒക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു. ഇത് ലാ റംബ്ല എന്ന് പറയുന്ന ഷോപ്പിംഗ് സ്ട്രീറ്റാണ്. കാറ്റലോണിയ സ്ക്വയറിൽ നിന്ന് തുടങ്ങി ഏതാണ്ട് 1.5 കിലോമീറ്റർ ദൂരത്തിൽ സ്ട്രൈറ്റായിട്ട് കിടക്കുന്ന ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ട്രീറ്റാണ്. തറയൊക്കെ നല്ല മാർബിൾ പാകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വിഷ്വൽസ് നമുക്ക് കുറച്ച് നോക്കാം. ഏകദേശം 1.2 കിലോമീറ്ററാണ് ലാ റംബ്ല സ്ട്രീറ്റിൻ്റെ നീളം. കാറ്റലോണിയ സ്ക്വയറിൽ നിന്ന് തുടങ്ങി മെഡിറ്ററേനിയൻ കടൽ തീരത്തുള്ള പോർട്ട് വെല്ല് വരെയാണ് ഈ സ്ട്രീറ്റ്. രണ്ട് വശത്തും മരങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഈ തെരുവിലൂടെ നടക്കുമ്പോൾ ഓരോ നിമിഷവും പുതിയ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. സ്ട്രീറ്റ് ആർട്ടിസ്റ്റുകൾ, മ്യൂസീഷ്യൻസ്, ചിത്രകാരന്മാർ, ചെറിയ കഫേകൾ, റെസ്റ്റോറൻറ്റുകൾ, സൂനിയർ ഷോപ്പുകൾ എല്ലാം ചേർന്ന് ഈ തെരുവിനെ എപ്പോഴും നല്ല വൈബായിട്ട് നിലനിർത്തുന്നു. അപ്പോൾ നിങ്ങൾ ബാഴ്സലോണയിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും ഇതിലൂടെ ഒരു വാക്ക് നടത്തിയിരിക്കണം, എസ്പെഷ്യലി നൈറ്റ് ടൈമിൽ. വർഷം മുഴുവൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ സ്ട്രീറ്റ് സന്ദർശിക്കുന്നുണ്ട്. യൂറോപ്പിലെ തന്നെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള സ്ട്രീറ്റുകളിലൊന്നാണിത്. ഇവിടെ നടക്കുമ്പോൾ ബാഴ്സലോണയുടെ യഥാർത്ഥ സിറ്റി ലൈഫ് നമുക്ക് അടുത്തറിയാൻ സാധിക്കും. തിരക്ക് കൂടുതലായതുകൊണ്ട് തന്നെ പോക്കറ്റടിക്കാരെ സൂക്ഷിക്കുക, നമ്മുടെ മൊബൈൽ ഫോണും പേഴ്സും ബാഗും ഒക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണിത്. മനോഹരമായി എത്ര പെർഫെക്റ്റ് ആയിട്ട് ഒരു നഗരം പ്ലാൻ ചെയ്ത് പടുത്തുയർത്താമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളൊന്നാണ് ബാഴ്സലോണ സിറ്റി. ഓരോ സ്ട്രീറ്റും ഓരോ അവന്യൂസും ഒക്കെ സ്കെയിലിട്ട് വരച്ചാൽ അങ്ങനെ ഇരിക്കും, അത്ര സ്ട്രൈറ്റ് ആയിട്ടിരിക്കും. മാത്രമല്ല ഇവിടുത്തെ കെട്ടിടങ്ങളിലെല്ലാം ഒരേ നിർമ്മാണ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്, ഒരേ ഉയരത്തിലാണ്. അതുമാത്രമല്ല നമുക്ക് അനാവശ്യമായിട്ടുള്ള കൊടിതോരണങ്ങളോ പ്ലക്കാർഡുകളോ ബോർഡുകളോ ഒന്നും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കത്തില്ല. അത്ര മനോഹരമായിട്ടാണ് ഈ സിറ്റി അവർ സൂക്ഷിച്ചിരിക്കുന്നത്. അതിൻ്റെ മാപ്പ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, സ്കെയിലിട്ട് വരച്ചതുപോലെയാണ് സ്ട്രീറ്റുകൾ. ലാ റംബ്ല സ്ട്രീറ്റിൻ്റെ അങ്ങേ അറ്റത്താണ് വളരെ പ്രധാനപ്പെട്ടൊരു ലാൻഡ്മാർക്കായ കൊളംബസ് മോണുമെൻറ്റ്. ക്രിസ്റ്റഫർ കൊളംബസ് തൻ്റെ അമേരിക്കയിലേക്കുള്ള വോയേജ് സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്തുകൊണ്ട് ഇറ്റലിക്കാരനായിട്ടുള്ള കൊളംബസ് ബാഴ്സലോണയിൽ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ അമേരിക്കയിലേക്കുള്ള യാത്രയ്ക്കുള്ള ചിലവുകളെല്ലാം സ്പോൺസർ ചെയ്തത് സ്പെയിനിലെ രാജാവും രാജ്ഞിയുമായിരുന്നു. അപ്പോൾ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത പോയിൻ്റാണിത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇവിടെ ഒരു മോണുമെൻറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഏകദേശം 60 മീറ്റർ ഉയരമുള്ള ഈ സ്മാരകം 1888 നിർമ്മിച്ചതാണ്. അമേരിക്കൻ ഭൂഖണ്ഡം കണ്ടെത്തിയ യാത്രയ്ക്ക് ശേഷം ക്രിസ്റ്റഫർ കൊളംബസ് സ്പെയിനിലേക്ക് മടങ്ങിയെത്തിയതിൻ്റെ ഓർമ്മയ്ക്കാണ് ഈ സ്മാരകം ഇവിടെ നിർമ്മിച്ചത്. മുകളിലെ പ്രതിമയിൽ കൊളംബസ് കടലിലേക്ക് വിരൽ ചൂണ്ടി നിൽക്കുന്ന കാഴ്ച വളരെ ശ്രദ്ധേയമാണ്. ഇവിടെ നിന്ന് മുന്നോട്ട് നോക്കിയാൽ പോർട്ട് വെൽ തുറമുഖവും മെഡിറ്ററേനിയൻ കടലിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും. എസ്പെഷ്യലി സൺസെറ്റ് സമയത്ത് ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് ആസ്വദിക്കാം. പോർട്ട് വെൽ മറീനയിലിരുന്ന് മെഡിറ്ററേനിയൻ കടലിൻ്റെ ഭംഗിയൊക്കെ കുറച്ച് നേരം ആസ്വദിച്ച ശേഷം തിരിച്ച് ലാ റംബ്ല സ്ട്രീറ്റിലൂടെ കാറ്റലോണിയ സ്ക്വയറിലേക്ക്. ലാ റംബ്ലയിലൂടെയുള്ള നൈറ്റ് വാക്ക് ഒരു പ്രത്യേക വൈബാണ്. യൂറോപ്പിലെ മിക്ക സിറ്റികളിലും ലാ റംബ്ല പോലുള്ള ഒരു മെയിൻ ഷോപ്പിംഗ് സ്ട്രീറ്റ് കാണും. അവിടെ ആയിരിക്കും സിറ്റിയുടെ മൊത്തം വൈബും ടൂറിസ്റ്റുകളും അവിടുത്തെ ബിസിനസ്സും എല്ലാം കൊണ്ട് നിറഞ്ഞ ഒരു സ്ട്രീറ്റ് കാണും. അപ്പോൾ ഞാൻ പോയിട്ടുള്ളതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യൂറോപ്പിലെ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റാണ് ലാ റംബ്ല. ഇവിടുത്തെ ഒരു വൈബ് വേറെ ഒരിടത്തും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ബാഴ്സലോണയിലെ കൂടുതൽ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗ്രാസിയാസ്, ഹസ്ത ലാ വിസ്ത.